ഇന്നിപ്പോൾ അനൂപിൻ്റെ കല്യാണമാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നിട്ട് സാരി എടുക്കാൻ അറിയാത്ത കാരണം ചേച്ചി എടുത്തു തരാമെന്ന് പറഞ്ഞേ. സാരി മാത്രം എടുപ്പിച്ചോളൂ കേട്ടോ. പ്ലീറ്റ് പിന്നെ ഓൾറെഡി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പ്ലീറ്റൊക്കെ എടുത്ത് ചേച്ചി സാരി കൊടുത്തു തന്നെ. അപ്പോൾ അവിടെ തന്നെ നമ്മളെ കയ്യിലുള്ള നമ്മൾ മേക്കപ്പ് ചെയ്യുക ചെയ്തത്. മേക്കപ്പിനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും കണ്ണെഴുതുക ചെയ്തത്. പക്ഷേ ഏതൊക്കെ മുടിയൊന്നും സെറ്റായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി സെറ്റായി കൊടുക്കുന്നതാണ്. ഇവർക്ക് ഇവിടെ ഒരു ബ്രൈഡൽ മേക്ക് ഓവറിൻ്റെ ഒരു കടയുണ്ട്. കടയിലെ വീട്ടിലുള്ളതാണ്. നീംസ് എന്നാണ് പേരിട്ടാ. ഞങ്ങൾ 9:30 വണ്ടിയിലെത്താനുള്ള സെറ്റപ്പ് ആക്കി നമ്മളടുത്ത് ഓട്ടോക്ക് വന്നേ. ഇതാണ് വണ്ടി. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ ചിരിക്കാൻ പറയുന്നതാണ്. ആദ്യമൊക്കെ പോസ് കാണിച്ചത് പിന്നൊക്കെ ആൾ നല്ല സെറ്റായിട്ടാണ്. ഇപ്പോൾ ശ്വേത സെൽഫി എടുക്കുന്നതാണ്. ഞാനോളും ഫ്രണ്ടിലായിരുന്നു. അതുകൊണ്ടല്ല ഛർദ്ദിക്കാൻ പോയിട്ട് അങ്ങനെ ഞാനോളും ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുക ചെയ്തു. പിന്നെ സിസ്റ്റർ കയറി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന് തന്നെ അടിച്ച് പൊളിച്ചിട്ട് പാട്ടൊക്കെ പാടി. ഇത് നമ്മളെ ഫുള്ള് ടീമാണ്. ബസ്സിലിരിക്കുന്ന ഫുള്ള് ടീം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ്. ബാക്കിൽ കുറച്ച് നല്ല അടിച്ചുപൊളി ടീമുണ്ട് കേട്ടോ. പാട്ടും പാടുന്നുണ്ട്, പാട്ടിനനുസരിച്ച് ഇതാക്കുന്നുണ്ട്. ആ കല്യാണ പേരിലെത്തിയിട്ട് ഇതാണ് കല്യാണ ചെറുക്കൻ. പോസ് കണ്ടില്ല എന്താല്ലേ. അങ്ങനെ കല്യാണ ചെറുക്കനെ വരവേൽക്കലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ പോയത്. നല്ല ജ്യൂസായിരുന്നു. നല്ല പച്ച മാങ്ങ അടിച്ച ജ്യൂസാട്ടത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് കല്യാണപ്പടിൻ്റെ ഒരു തകർപ്പൻ എൻട്രിയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ. ഇതിൻ്റെ ഇടയിൽ ചെക്കൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അനുപിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തത് താലികെട്ടലാണ്. പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് താലികെട്ടൽ കേട്ടോ. അങ്ങനെ താലിയിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഫോട്ടോ എടുക്കൽ നമ്മളെല്ലാവരും ഗ്യാങ് മൊത്തം നിൽക്കുന്നതാണ്. സ്റ്റേജ് നിറഞ്ഞു പോയില്ല. നിന്നിട്ടൊക്കെ ആയിട്ട് എടുത്തത്. അങ്ങനെ നെക്സ്റ്റ് എന്താണ് നമ്മൾ അങ്ങനെ ഫുഡിലോട്ട് കിടന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. സദ്യയാണ്. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്നതിനെക്കാട്ടിലും കാളിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പുളിയിഞ്ചിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും നോക്കിയില്ല കേട്ടോ. നന്നായിട്ട് തകർത്ത് മിനിയിട്ടുണ്ട് കേട്ടോ. ചോറും കറിയൊക്കെ നല്ല അടിച്ച് 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. പഴം പപ്പടം എല്ലാം അടിച്ച് മിനി. ശേഷം മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. 3-ാം നിലയിലായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് താഴ്ത്തുന്ന പറഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ പിന്നെ അറിയാമല്ലോ നടക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പോയി. പിന്നെയാണ് തകർപ്പൻ പ്രകടനവുമായി നമ്മളെ ടീം ബസ്സിൽ പോണ സമയത്ത് ഞാനൊന്നും കല്യാണത്തിന് വരുന്ന സമയത്ത് നമ്മളൊന്നും കളിച്ചിട്ടില്ലേ. പിന്നെ എന്താ നമ്മളെ ആൾക്കാരൊക്കെ ഇറങ്ങിയത്. ഈ ഇരിക്കുന്ന ആൾക്കാരൊന്നും നോക്കണ്ട. ഉറക്കം കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടേ. വെറും 2 സ്റ്റെപ്പ്. ഇപ്പോൾ വരും ഞാൻ. ഇപ്പോൾ വരിക. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗ്യാങ്ങൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തും ഫുള്ള് ടീമിൻ്റെ ഫോട്ടോസും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസും എല്ലാം അത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ കുറേ സമയമായിട്ടാണ്.
സത്യം മനസ്സിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. ഒരുപാട് ദൂര സ്ഥലത്തായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ ഓക്കെ, ബൈ ബൈ, സി യു, പിന്നെ കാണാം.